കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് നടൻ സിദ്ദിഖ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഹർജിയുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുമായി ചർച്ച നടത്തിയിരുന്നു. സിദ്ദിഖിനെതിരെയുള്ള വിധിപ്പകർപ്പും കൈമാറിയിട്ടുണ്ട്. അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാവും ഹർജി നൽകുക എന്നാണ് സൂചന. സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അറിയിക്കും. എന്നാൽ തടസ്സ ഹർജിയുമായി അതിജീവിതയും സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചു. അതേസമയം സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ നിലവിൽ പ്രവർത്തനക്ഷമമായെന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ. അന്തരിച്ച CPM മുതിർന്ന നേതാവ് MM ലോറൻസിന്റെ പൊതുദർശനത്തിനിടെ തന്നെയും മകനെയും മർദ്ദിച്ചെന്ന പരാതിയുമായി മകൾ ആശ ലോറൻസ്. കൊച്ചി കമ്മീഷണർക്കാണ് ആശ പരാതി നൽകിയത്. തന്നെയും മകനെയും വനിതകളടങ്ങിയ CPM റെഡ് വോളണ്ടിയർമാരാണ് മർദ്ദിച്ചത്. CN മോഹനനും ലോറൻസിന്റെ മകൻ ML സജീവനും സഹോദരി ഭർത്താവ് ബോബനും മർദ്ദനത്തിന് കൂട്ടുനിന്നുവെന്നും പരാതിയിൽ പറയുന്നു. ജമ്മു കാശ്മീരിൽ ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. 26 മണ്ഡലങ്ങളാണ് ഇന്ന് രണ്ടാം ഘട്ടത്തിൽ വിധി എഴുതുന്നത്. ശ്രീനഗർ, ബുദ്ഗ്രാം, ഗദ്ദർബൽ അടക്കമുള്ള 6 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. 239 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 25.5 ലക്ഷം വോട്ടർമാർ 26 മണ്ഡലങ്ങളിലെ വിധി നിർണയിക്കും. മുൻ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള അടക്കം ഇന്ന് ജനവിധി. കനത്ത സുരക്ഷയിലാവും വോട്ടെടുപ്പ് നടക്കുക. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് 6-ന് അവസാനിക്കും. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി അർജുൻ അടക്കമുള്ളവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കോണ്ടാക്ട് പോയിന്റ് 1ഉം 2ഉം കേന്ദ്രീകരിച്ചാണ് പരിശോധന. നേരത്തെ സ്ട്രോങ് പോയിന്റ് എന്ന് കണ്ടെത്തിയ കോണ്ടാക്ട് പോയിന്റ് 4-ൽ പരിശോധന നടത്തിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. അവിടെ ലക്ഷ്മണന്റെ ഉടമസ്ഥതയിലുള്ള ദാബ സ്ഥിതി ചെയ്തിരുന്നതിന്റെ പുറകുവശം കേന്ദ്രീകരിച്ചും മണ്ണ് നീക്കി പരിശോധിക്കാനാണ് നീക്കം. അതേസമയം കാലാവസ്ഥ പ്രതികൂലമായാൽ ദൗത്യം കൂടുതൽ സങ്കീർണമാകും. പിൻവലിച്ച കർഷക നിയമങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന മാണ്ഡി MP കങ്കണ റണൌത്തിന്റെ പരാമർശത്തെ അപലപിച്ച് BJP. പാർട്ടിയുടെ പേരിൽ നിന്നും ഇത്തരം പരാമർശങ്ങൾ നടത്താൻ കങ്കണയ്ക്ക് അധികാരമില്ലെന്നാണ് BJPയുടെ നിലപാട്. കങ്കണ പറഞ്ഞത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണെന്നും കർഷക നിയമത്തിൽ സർക്കാരിന്റെ കാഴ്ചപ്പാട് ഇത്തരത്തിലല്ലെന്നും BJP വക്താവ് സൗരഭ് ഭാട്ടിയ പറഞ്ഞു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിലെ കുറ്റാരോപിതരെ സർവീസിൽ തിരിച്ചെടുത്തത് ഭരിക്കുന്നവരുടെ പിടിപ്പുകേടാണെന്ന് സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബ. സർക്കാരിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ ഷീബ ഗവർണറെ വീണ്ടും കാണുമെന്നും വ്യക്തമാക്കി. കുറ്റക്കാർ മടങ്ങി വന്നത് ഭരണകർത്താക്കളുടെ പിടിപ്പുകേടിന്റെ തെളിവാണ്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കയ്പമംഗലത്ത് യുവാവിനെ കൊലപ്പെടുത്തി ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവത്തിൽ 5 പേർ പിടിയിൽ. കണ്ണൂരിൽ നിന്നുള്ള കൊലയാളി സംഘത്തിലെ ഒരാൾ ഉൾപ്പെടെ പിടിയിലായിട്ടുണ്ട്. പിടിയിലായ മറ്റുള്ളവർ കയ്പമംഗലം സ്വദേശികളാണ്. ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷം പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും മുഖ്യപ്രതി മുഹമ്മദ് സാദിഖ് ഉൾപ്പെടെയുള്ളവർ വൈകാതെ വലയിലാകുമെന്നും പോലീസ് അറിയിച്ചു. കൊല്ലപ്പെട്ട അരുണിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. ഇന്ത്യ ബംഗ്ലാദേശ് 1ാം T20 വേദിയായ ഗ്വാളിയോറിൽ മത്സര ദിവസം ബന്ദ് പ്രഖ്യാപിച്ച ഹിന്ദു മഹാസഭ. ഒക്ടോബർ 6-നാണ് മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ മത്സരം നടക്കേണ്ടത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ അതിക്രമം നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഗ്വാളിയോറിൽ T20 മത്സരം നടക്കുന്ന ദിവസം ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്.